ക്ലൈമാക്സിൽ എന്തെങ്കിലും കിഡ്ലായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി ആ ഡീറക്സ് വന്നപ്പോൾ ഒന്നുമില്ല. അത് ഒരു കോമഡി പീസ് ആയി പോയി ദിനോസർ. പഴയത് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എന്തോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഐമാക്സിൽ പടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. 1993 ആ ഒരു പാട്ടിനെ എടുത്ത് തലയിൽ വെച്ച് ആ ഒരു ഭാഗം ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ കാണാൻ വൃത്തിയില്ലാത്തൊരു ഡൈനോസറും അവിടെ അത് വരും. അവിടെ വന്ന് രണ്ട് കുഞ്ഞിൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അവർ മുങ്ങും. അവിടെ നിന്ന് മുങ്ങുമ്പോൾ നേരെ എവിടെ വരും? നമ്മളെ തിരുവനന്തപുരത്ത് കൊച്ചി കളിയിൽ വരും, അവിടുത്തെ ബോട്ട് ക്ലബ്ബിൽ വരും. എനിക്ക് പറയാൻ വയ്യ, പറയാൻ വാക്കുകളില്ല. കഴിഞ്ഞ രണ്ട് പടത്തിനേക്കാളും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സ് എത്തിയപ്പോൾ ചെറിയൊരു ടെംപ്ലേറ്റ് മൂവി തന്നെയാണ്. 3Dയുടെ ആവശ്യം സിനിമയ്ക്ക് സത്യത്തിൽ ഇല്ല. അതായത് പഴയ നമ്മൾ പണ്ട് കണ്ടത് തന്നെ സെയിം തീം, ഒരു ഡിഫറൻ്റ് ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ട്രെയിലർ കാണുമ്പോൾ നമ്മളൊരു ഹൊറർ മോഡൊക്കെ പ്രതീക്ഷിക്കും, പക്ഷേ അങ്ങനെ ഒരു വലിയ ഹൊറർ മോഡൊന്നുമില്ല. ടെംപ്ലേറ്റ് പടം തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കുഴപ്പമില്ല, കൊള്ളാം. മുന്നത്തത്ര സിനിമയിൽ അത്ര വന്നില്ലെങ്കിലും കാണാം. എക്സ്പീരിയൻസ് കൊള്ളാം. 3D എക്സ്പീരിയൻസ് ഒക്കെ നല്ല കൊള്ളായിരുന്നു. 3D ഒക്കെ കൊള്ളായിരുന്നു. 3Dയിൽ കാണാൻ നല്ലത്. ഐമാക്സ് കണ്ടോണ്ടിരിക്കുക, ആദ്യം തൊട്ട് അവസാനം വരെ പിടിച്ചിരിക്കും. കൊള്ളില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗ്രാഫിക്സ് നല്ല കുറവ്, സ്റ്റോറി ലൈനായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്തോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. മുമ്പത്തെ രണ്ട് പാട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആവറേജ് ആണ് ബ്രോ. ജുറാസിക് പാർക്ക് ഓജി ഫാൻസുക്കെല്ലാം പിടിക്കാതെ ബ്രോ. ടീറെക്സ്லாம் സീനെല്ലാം സ്വതപ്പി വെച്ചിരിക്കാം. സിനിമ കുഴപ്പമില്ല. 3D എന്ന് പറയുമ്പം അത്ര മറ്റേ ഐമാക്സിൽ കാണാനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മറ്റേ കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഒരു ആവറേജ് ഫിലിം ഇത്ര തന്നെ. ഇപ്പോൾ നമുക്ക് 3D ഫിലിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് കാണുന്ന സംഭവം അങ്ങനെയൊന്നുമില്ല. ഇത് ഡെപ്ത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അത് കാണാൻ. ഈ കാണാൻ ആ കൂടി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ VFXും ആ ഒരു CGI ചെയ്യിക്കണതും അതൊക്കെ അല്ല. സ്കാർലറ്റ് ജോൺസനെ കൊണ്ട് ആ ഒരു ആക്ഷൻ എന്ന് പറയാനില്ല, സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേട്ട് പറയുന്ന സ്റ്റോറിയാണ്. സ്റ്റോറിയിൽ അതിനകത്ത് പറയത്ത അങ്ങനെ പുതുമയൊന്നും ഇതിലില്ല. എക്സ്പീരിയൻസ് ഓക്കെ, കിഡ്സിൻ്റെയൊക്കെ ഇഷ്ടപ്പെടും. ഐമാക്സിൽ പടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഐമാക്സിൽ കാണാൻ പറ്റുന്നില്ല പടത്തിൽ. പിന്നെ 4DXൽ കാണാമെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് കുറച്ച് സീന് അത് 4DXൽ കണ്ടാൽ കുറച്ച് ഗുമ്മായിരിക്കും, അതത്ര പറയാം. പിന്നെ കിഡ്സിനെ ഇഷ്ടപ്പെടും. നമുക്ക് നമ്മളിത് സ്ഥിരം കാണുന്നുണ്ട്, എല്ലാ പടവും കണ്ടിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ അത്ര വന്നിട്ടില്ല. അത് പിന്നെ മുമ്പത്തെ പടത്തിൻ്റെ അത്ര വന്നിട്ടില്ല. അത് നൈസ്, എനിക്ക് ഇഷ്ടമായി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വാസ് നൈസ്. എല്ലാം ഒരു എൻ്റർടൈനിങ് സാധനം തന്നെയായിരുന്നു. 3D ആണ് ഇവിടെ, പക്ഷേ 3D എക്സ്പീരിയൻസിന് വേണ്ടി ഉണ്ടാക്കിയ മൂവിയല്ല, പക്ഷെ ഒരു 3D എഫക്റ്റ്. പഴയത് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാം, നൈസായിരുന്നു. പടം പോലെ ഒട്ടും പോരാ. അത് സ്ഥലം ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ ഈ ഒരു പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് കഴിഞ്ഞ പടത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ എന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. തിയേറ്ററിൽ വേണം കണ്ടുകൊണ്ടിരിക്കാം, ഈ പിള്ളേർക്ക് കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഇതൊന്നും പറ്റുന്നില്ല. ഇത് എത്ര വേണം കണ്ടുകൊണ്ട് മടുത്ത്. കഴിഞ്ഞ പടത്തിന് നല്ലോണം ഡിസപ്പോയിൻ്റ് ആയിരുന്നു. ഇത് വേണം അതിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ എന്ന് പറയാം. ആകെ പോസിറ്റീവ് വന്നത് പഴയ പടത്തിലെ ജോൺ വില്യംസിൻ്റെ ഒറിജിനൽ സ്കോറുണ്ട്, അത് മാത്രമാണ്. ആ മ്യൂസിക് ഉണ്ട്, അത് കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു. പിന്നെ ദിനോസറിനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക, അത് തന്നെ, വേറെ വഴിയൊന്നുമില്ല. പിന്നെ പുതിയതായിട്ടൊരു ദിനോസറിനെ കൊണ്ടുകൊണ്ടുണ്ട്, ഡിസ്റ്റോഡറക്സ്. അത് വന്നപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും കിഡ്ലായിട്ട് അതിന് വെച്ച് എന്തെങ്കിലും ക്ലൈമാക്സിൽ എന്തെങ്കിലും കിഡ്ലായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി ആ ഡീറക്സ് വന്നപ്പോൾ ഒന്നുമില്ല. അത് ഒരു കോമഡി പീസ് ആയി പോയി ദിനോസർ. എല്ലാ ദിനോസർമാരും ഇങ്ങനെ കുറേ മ്യൂട്ടഡ് ദിനോസർ എന്തിനാണോ എന്തോ. പടം ഒരു ആവറേജ് എക്സ്പീരിയൻസാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ബിലോ ആവറേജ് എക്സ്പീരിയൻസാണ്. ഗാരത്ത് എഡ്വേർഡ്സിൻ്റെ പടത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം പുള്ളിയുടെ കഴിഞ്ഞ മറ്റേ റോഗ് വണ്ണായാലും ക്രിയേറ്റർ ആയാലും അത് വെച്ച് നോക്കുമ്പോൾ അത്ര പോരാ. പിന്നെ എടുത്തു പറയാനായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. കാണാൻ വൃത്തിയില്ലാത്തൊരു ഡൈനോസറും അത്രേ ഉള്ളൂ. പൊന്നളിയാ, ഭയങ്കര ഗംഭീരമായിട്ടുള്ള എന്ന് പറയണ വന്നത്. പണ്ടൊക്കെ ഈ ഡിനോസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശമായിരുന്നു പടം കാണാനായിട്ട്. ഇപ്പോൾ തിയേറ്ററിൽ വന്ന ഈ ഓഡിയോ വന്ന് നമ്മൾ കാണുമ്പോൾ അത്രയ്ക്ക് എഫക്റ്റ് കയറാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അളിയാ, ഇത് കോമഡി ആയിപ്പോയി. എനിക്കാണെങ്കിൽ പടം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് നേരം മിണ്ടാതങ്ങ് ഇരുന്ന്, പിന്നീട് സഹിക്കാമെന്ന് പറഞ്ഞാൽ അപ്പുറം സഹിച്ചിരുന്നപ്പോഴത്തേക്കല്ല എനിക്ക് അപ്പോഴും തോന്നി ഒരു 5 റബ്ബർ വാങ്ങിച്ചിട്ട് 5-6 വലി ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനമാകുമായിരുന്നു. പിന്നീട് തോന്നുന്നു ഒരു വലിയ ഡൈനോസർ ഇങ്ങനെ വരും, നമ്മളതിൻ്റെ ഒരു നഖത്തിൻ്റെ അത്രയല്ലേ ഉള്ളൂ തന്നെയല്ലേ, അത് ഒരു കാല് വയ്ക്കുമ്പോഴത്തേക്ക് അവന്മാർ വെള്ളത്തിൽ മുങ്ങും. അതെവിടെ നിന്ന്? ദുബായിലല്ലേ, നമ്മൾ ഓസ്ട്രേലിയയിലാണ് അവന്മാർ മുങ്ങണത്. അവിടെ നിന്ന് മുങ്ങുമ്പോഴത്തേക്ക് അടുത്ത ഇതിൻ്റെ കാല് വയ്ക്കുമ്പം ഇവർ നേരെ കൊച്ചിയിലെ കായലിൽ വന്നു, അവിടുത്തെ കടലിൽ വന്ന് പൊങ്ങും. അവിടെ നിന്ന് വീണ്ടും അവിടെ അത് വരും, അവിടെ വന്ന് രണ്ട് കുഞ്ഞിൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അവർ മുങ്ങും. അവിടെ നിന്ന് മുങ്ങുമ്പോൾ നേരെ എവിടെ വരും? നമ്മളെ തിരുവനന്തപുരത്ത് കൊച്ചി കളിയിൽ വരും, അവിടുത്തെ ബോട്ട് ക്ലബ്ബിൽ വരും. അങ്ങനെ അത് അവിടെ നിന്ന് പറന്ന് വരാൻ ഒരു ഉടനെ ഒരു കാര്യം ചെയ്യും, 1500 രൂപയ്ക്ക് ഒരു ബോട്ട് ബുക്ക് ചെയ്തിട്ട് ആ ബോട്ടിൽ കയറി നേരെ അവർ ശംഖുവത്ത് വന്ന് അവിടെ തണുത്ത് വിറച്ചിട്ട് അവർക്ക് വയ്യ, ഒരു ചായയും 2 രതീശും 2 പരിപ്പോടം കഴിച്ച് അവർ പിന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞ് അവരെല്ലാം മറ്റേ സാധനം ഒഴിച്ച് കുടിക്കണത്. അത് അവർ ചോദിച്ചപ്പോഴത്തേക്ക് അവരത് കുടിച്ചപ്പോൾ അവർ തളർന്ന് അങ്ങനെ അവർ നേരം തിരിയത് അവിടെ നിന്ന് ഒരു അച്ചാറും വാങ്ങിച്ച്, നെല്ലിക്ക അച്ചാറും മാങ്ങ അച്ചാറും വാങ്ങിച്ച് തിന്ന് കൊച്ചിന് ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് കൊടുത്ത് ഒരു കമ്പ് മുട്ടായി വാങ്ങിച്ച് അവർ നേരെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ചെന്നിട്ട് ഈ വെനോം കൊണ്ട് അവരങ്ങ് പോയി. ഇത് തന്നെയാണ് സിനിമ.
ഇത് എന്തോന്നറിയാം ഇത് പഴയ പല്ലവി ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല എനിക്ക് പറയാൻ വയ്യ പറയാൻ വാക്കുകളില്ല വിറപ്പിച്ചളാഞ്ഞ് ദോഷമാണ് ദോഷം. ബ്രോ എനിക്ക് ഫീൽ ചെയ്തതൊരു ഡീസൻറ്റ് വൺ, ഒരു ആവറേജ് ഒരു പടം. കാരണം വേറൊന്നുമല്ല, നമ്മളിതിൻ്റെ ഒരു പ്ലോട്ടാണെങ്കിലും അതുപോലെ തന്നെ എന്താണ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളെന്താണ് കാര്യമായി മുന്നേ വന്ന പടങ്ങളുമായിട്ടൊരു മാറ്റമില്ല. പ്ലോട്ട് ചെറിയ മാറ്റങ്ങൾ, പിന്നെ ചില വിഷ്വൽസൊക്കെ നമ്മൾ മുന്നത്തെ പാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടതായിട്ടൊരു ഫീലുണ്ട്. ഓവറോൾ ഒരു ആവറേജ് ഒരു പടമാണ്. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ 2022 വന്ന ആ ഒരു പാട്ടിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ, നമുക്ക് അത്രേ പറയാനുള്ളൂ. ഓവറോൾ ഒരു ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല, ബട്ട് ഡീസൻറ്റ്. നമ്മൾ ഒരു കാരണവശാലും 1993 ആ ഒരു പാട്ടിനെ എടുത്ത് തലയിൽ വെച്ച് ആ ഒരു ഭാഗം ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ വരാണ്ടിരുന്ന് കണ്ട ഡിസപ്പോയിൻറ്റഡ് ആവില്ല. കുഴപ്പമില്ല എന്ന് പറയാനേ ഉള്ളൂ. കൊള്ളായിരുന്നു ബ്രോ, നല്ല രസമുണ്ട്. പക്ഷേ പഴയ പോലെ തന്നെ കഥയൊന്നും വലിയ മാറ്റമൊന്നുമില്ല, കുറച്ചും കൂടെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് കൊള്ളാം, പഴയത് തന്നെ, പഴയത് ഒന്നുകൂടെ കാണാം, അതേ രീതിയിലുള്ളൂ. പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് വേറെ ഒന്നുമില്ല, പഴയ പോലെ തന്നെ ആൾക്കാരെ പിറകെ ഓടുന്നു, ഡൈനോസർ പിറകെ ഓടുന്നു, അത് തന്നെ, വേറെ ഒന്നുമില്ല.